നമസ്കാരം. ലോക ഫുട്ബോളിൽ ഒരിക്കൽ കൂടി വംശീയ വിദ്വേഷം ചർച്ചയാവുകയാണ്. കോപ്പ അമേരിക്ക കിരീടം നേടിയതിന് പിന്നാലെ അർജന്റീൻ താരങ്ങൾ ഫ്രാൻസ് നായകൻ കിലിയൻ എംബപ്പയെയും ആഫ്രിക്കൻ വംശജരായ ഫ്രഞ്ച് താരങ്ങളെയും ലക്ഷ്യമിട്ട് കളിയാക്കി പാടിയ പാട്ടാണ് ഇപ്പോഴത്തെ വിമർശനത്തിന് കാരണം. പല കാലങ്ങളിൽ ഫുട്ബോൾ മൈതാനത്തെ വംശീയ വിദ്വേഷം ചർച്ചയാകാറുണ്ടെങ്കിലും അന്ന് മോശം ആരാധക കൂട്ടങ്ങളുടെ പ്രവൃത്തിയായി മാത്രമേ അതിനെ വിലയിരുത്തപ്പെടാറുള്ളൂ. എന്നാൽ താരങ്ങൾ തന്നെ ഇത്തരം മോശം പ്രവണതകളിലേക്ക് പോകുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല. ഈ വിദ്വേഷം അവസാനിപ്പിക്കുക തന്നെ വേണം. തുടർച്ചയായി രണ്ടാം കോപ്പ അമേരിക്ക ജയിച്ചതിന് ശേഷം നാട്ടിലെത്തിയ അർജന്റീൻ താരങ്ങൾക്ക് വൻ വരവേൽപ്പാണ് തലസ്ഥാനമായ ബ്യൂണസ് ഐറിസിലെ SICയിൽ കിട്ടിയത്. ആരാധകർ പുറത്ത് പടക്കം പൊട്ടിച്ചും പാട്ടുപാടിയും ആഘോഷിക്കുമ്പോൾ ടീം ബസ്സിനുള്ളിൽ താരങ്ങളും പാട്ടുപാടി. 2022 ലോകകപ്പിൽ ഫ്രാൻസ് അർജന്റീന പോരാട്ടം നടക്കുമ്പോൾ അർജന്റീനിയൻ ആരാധകരായ ചില വംശീയ വിദ്വേഷികൾ തുടക്കമിട്ട പാട്ടാണ് ഇപ്പോഴത്തെ വിവാദഗാനം. ലോകകപ്പിലെ യുവതാരമായി തെരഞ്ഞെടുക്കപ്പെട്ട് ഹീറോ ആയി മാറിയ എൻസോ ഫെർണാണ്ടസ് ആണ് വംശീയ വിദ്വേഷത്തിൽ ആരോപണ വിധേയൻ. എൻസോ തന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്തുവിട്ട വീഡിയോയിൽ അർജന്റീന ടീമിലെ ഒരു കൂട്ടം താരങ്ങൾ പാട്ടുപാടി ആഘോഷിക്കുന്നത് കാണാം. ക്രൂരമാണ് ആ പാട്ടിലെ വരികൾ. ഫ്രാൻസിന്റെ അഭയാർത്ഥികളോടുള്ള വിശാലമായ കാഴ്ചപ്പാടിനെ ചോദ്യം ചെയ്യുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെ അധിക്ഷേപിക്കുന്ന വരികൾ. അതിവിടെ ആവർത്തിക്കാത്തത് അത്രമാത്രം ക്രൂരമായതുകൊണ്ടുകൂടിയാണ്. വീഡിയോ പുറത്തു വന്നയുടൻ അതിന്റെ ഭവിഷ്യത്ത് എൻസോ അനുഭവിച്ചു തുടങ്ങി. ചെൽസി ക്ലബിൽ എൻസോ ഫെർണാണ്ടസിനൊപ്പം കളിക്കുന്ന ഫ്രഞ്ച് താരം വെസ്ലി ഫൊഫാന എൻസോയെ വിമർശിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ടു. ആഫ്രിക്കൻ രാജ്യമായ ഐവറി കോസ്റ്റ് വംശജനാണ് വെസ്ലി ഫൊഫാന. അർജന്റീനയിലെ താരങ്ങൾ ഓരോരുത്തരായി അവരുടെ ക്ലബിലേക്ക് പോകുമ്പോൾ അർജന്റീനയുടെ നേട്ടത്തിൽ കൈയടിക്കാൻ കാത്തിരിക്കുന്ന ആഫ്രിക്കൻ വംശജരായ സഹതാരങ്ങൾ ഉണ്ടാകാം. അവരുടെ മുഖത്ത് മാലിന്യം വലിച്ചെറിഞ്ഞവരെ എങ്ങനെ അവർ സ്വീകരിക്കും? വിവാദം പറയുമ്പോൾ ഫ്രാൻസ് ലോകത്തിനു മുന്നിൽ കാണിക്കുന്ന മാനവിക ബോധത്തെ കൂടി പറയാതിരിക്കാനാവില്ല. ഈ യൂറോകപ്പിൽ ഫ്രഞ്ച് ടീമിൽ കളിച്ചവരിൽ ബഹുഭൂരിപക്ഷവും ആഫ്രിക്കൻ വംശജരായ താരങ്ങളാണ്. എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു എന്നാണെങ്കിൽ അഭയാർത്ഥികൾക്ക് അഭയം നൽകുന്ന ഒരു നാടിന്റെ സ്നേഹമെന്ന് ഉത്തരം. അവരുടെ നായകൻ കിലിയൻ എംബപ്പയ്ക്ക് കാമറൂൺകാരനായ അച്ഛന്റെയും അൾജീരിയൻ വംശജയായ അമ്മയുടെയും ഫ്രാൻസിലേക്കുള്ള കുടിയേറ്റത്തിന്റെ കഥ പറയാനുണ്ട്. ഒസ്മാൻ ഡെംബലെയും എൻഗോളോ കാന്റെയും യൂൾസ് കുണ്ടോയും കോളോ മുവാനിയുമെല്ലാം ഇങ്ങനെ ഫ്രാൻസിലേക്ക് കുടിയേറി വന്ന കുടുംബങ്ങളിൽ നിന്ന് ഫ്രഞ്ച് ഫുട്ബോളിന്റെ നെറുകയിലേക്ക് എത്തിയവരാണ്. ഫ്രഞ്ച് ഫുട്ബോൾ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ ഇതിഹാസം സിനദിൻ സിദാന് പോലും അൾജീരിയൻ വംശത്തിന്റെ കഥ പറയാനുണ്ട്. ഫ്രാൻസ് അങ്ങനെയാണ്. കുടിയേറി വന്നവർക്ക് മറ്റൊരു ഇടം നൽകി മാറ്റി നിർത്തുകയല്ല, അവരെ നാടിന്റെ നന്മയ്ക്കൊപ്പം ചേർത്ത് നിർത്തുന്ന മണ്ണാണ് ഫ്രാൻസ്. കഴിഞ്ഞ മാസം നടന്ന ഫ്രഞ്ച് തെരഞ്ഞെടുപ്പിൽ പോലും വിഭജന ചിന്തയ്ക്കെതിരെ വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്ത എംബപ്പയെയാണ് അർജന്റീന താരങ്ങൾ അധിക്ഷേപിച്ചത് എന്നോർക്കണം. താരങ്ങൾ രാഷ്ട്രീയം പറയരുത് എന്ന് വിലക്കുന്ന, അല്ലെങ്കിൽ പണത്തിലും സ്വാധീനത്തിലും മതിമറക്കുമ്പോൾ ചുറ്റുമുള്ള ജീവിതത്തെ മറന്നുകളയുന്ന കാലത്ത് വിഭജന ചിന്ത പാടില്ലെന്നും നല്ല നാടിനു വേണ്ടി വോട്ട് ചെയ്യണമെന്നും ജനങ്ങളോട് അഭ്യർത്ഥിച്ച താരമാണ് എംബപ്പെ. അദ്ദേഹത്തിന്റെ വാക്ക് ഏറ്റെടുത്തതുകൊണ്ടോ എന്തോ തീവ്ര വലതുപക്ഷത്തിന് വലിയ തിരിച്ചടി നൽകിയായിരുന്നു ഫ്രഞ്ച് ജനത മറുപടി പറഞ്ഞത്. എന്തായാലും ഫ്രാൻസ് ഫുട്ബോൾ ടീമിനെതിരായ വംശീയാധിക്ഷേപത്തിൽ ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷൻ ഫിഫയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട്. വിവാദം തീപിടിച്ചപ്പോൾ എൻസോ ഫെർണാണ്ടസ് മാപ്പ് പറയുകയും ചെയ്തു. ചെൽസി ക്ലബ്ബാകട്ടെ സംഭവത്തിൽ അന്വേഷണം തുടങ്ങി. ഇനി എന്ത് നടപടിയിലേക്ക് പോകുമെന്ന് കണ്ടറിയാം. ആഫ്രിക്കൻ വംശജർ മാത്രമല്ല, ജർമ്മനിയിൽ നിന്ന് കുടിയേറിയ അച്ഛനും പോർച്ചുഗീസുകാരിയായ അമ്മയ്ക്കും പിറന്ന എൻഡോയിൻ ഗ്രീസ്മാനും ഫ്രഞ്ച് ഫുട്ബോൾ ടീമിന്റെ മുഖമാണ്. ഇറ്റാലിയൻ ബന്ധമുള്ള ഉൾവിർ ജിറൂദും ഫ്രാൻസ് ടീം അംഗം. അവരാരും പക്ഷേ ഇങ്ങനെ വംശീയമായി അധിക്ഷേപിക്കപ്പെട്ടില്ല. അത് കറുത്തവന് മാത്രം നേരെ നീളുന്ന കല്ലേറാണ്. ആ വിദ്വേഷം നമ്മൾ വകവച്ചു കൊടുക്കരുത്.